ഹായ് ഹലോ മൈ ഡേഴ്സ്, വെൽക്കം ടു ഏകൺ ലേണിംഗ്. നിങ്ങളെ സ്വന്തം വരുൺ സർ ആണ്. മക്കളെ, USS എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകണ്ടാ? എല്ലാം ഉഷാറായിട്ട് നടക്കുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരും ഏകണ്ടെ ലൈവ് ക്ലാസ്സസ് കാണില്ലേ കൃത്യം 8 മണിക്ക്? യെസ്. അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ രണ്ട് കൺസെപ്റ്റ് പഠിപ്പിക്കാനാണ്. ഓക്കെ, വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററിലെ രണ്ട് കുഞ്ഞ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് കൺസെപ്റ്റ്സ് പഠിപ്പിക്കാനാണ്. അപ്പൊ കൺസെപ്റ്റിലേക്ക് നേരെ കടക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് കലൈഡോസ്കോപ്പ് അല്ലെങ്കിൽ കാലിഡോസ്കോപ്പ് എന്നും പറയും. അപ്പോ എന്താണ് ഈ കലൈഡോസ്കോപ്പ്? നിങ്ങൾക്ക് ഫിഗർ കാണാലോ. ഫിഗർ നോക്കിയ മക്കളെ, ഇവിടെ എന്താണ് ശരിക്കുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ 3 റെക്ടാങ്കുലർ പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. ഓക്കെ, ചതുരാകൃതിയിലുള്ള 3 റെക്ടാങ്കുലർ പ്ലെയിൻ മിറേഴ്സ്, സമതല ദർപ്പണങ്ങൾ ഉണ്ട്. കണ്ടോ? കാണാമോ? ഇതാ ഇവിടെ ഒന്നുണ്ട്, അതേപോലെ അതിന് മറുവശത്ത് ഒന്നുണ്ട്, പിന്നെയോ ഇതാ ഈ താഴെ ഭാഗത്തും ഒന്നുണ്ട് കേട്ടോ. ഇനി ഈ 3 റെക്ടാങ്കുലർ പ്ലെയിൻ മിറേഴ്സ് എന്ത് ചെയ്തു? സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് കാണാലോ. നിങ്ങൾക്ക് കാണാമോടാ? കാണാം അല്ലെ? സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മളെ ഈ വളയില്ലേ, ബാംഗിൾസ് ഇല്ലേ, വളേന്റെ ചെറിയ ചെറിയ കുറെ പീസസ് ഉണ്ടാവില്ലേ? ഇല്ലടാ, പല കളറിലുള്ള ബാംഗിൾസ് നമുക്ക് കാണാൻ പറ്റും, വളകൾ അല്ലെ. അപ്പോ ഇതിന്റെ ചെറിയ കുഞ്ഞു പീസസ് ഇതിന്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, ഈ ഒരു കലിഡോസ്കോപ്പിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുക? ബാംഗിൾസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കളേർഡ് പേപ്പേഴ്സ് ഇല്ലേ, പല കളറിലെ പേപ്പേഴ്സ് ഇല്ലേ, അതിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ രണ്ട് ഭാഗത്ത് ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ദാ ഇപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യുക? ട്രയാങ്കുലർ ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിക്കാം. ദാ ഈ ഒരു വശത്തും ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിക്കാം, ഇപ്പുറവും എന്ത് ചെയ്യുക? അപ്പുറവും ഒട്ടിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ഒരു വശത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക എന്നറിയോ? നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് കാണാൻ പറ്റും. പാറ്റേൺസ് പറഞ്ഞാൽ ഡിസൈൻ, നമ്മൾ സാധാരണ ഡിസൈൻ പറയില്ലേ, ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ? അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ ഇതുപോലെ നല്ല ഒരേ ക്രമത്തിലുള്ള പല ഡിസൈൻസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതാണ് കലിഡോസ്കോപ്പിന്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ അപ്പോൾ ഈ കാലിഡോസ്കോപ്പ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ഉപകാരം എന്താണ്? ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് നമ്മളെ ഫാഷൻ ഡിസൈനേഴ്സ് ഇല്ലേ, ഫാഷൻ ഡിസൈനേഴ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫാഷൻ ഡിസൈനേഴ്സ് പുതിയ പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലിഡോസ്കോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലടാ? എങ്ങനെ കാലിഡോസ്കോപ്പ് ഉണ്ടാക്കുക എന്ന് പഠിച്ചില്ലേ നമ്മള്? ഓക്കെ, യെസ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന ഈ 3 റെക്ടാങ്കുലർ പ്ലെയിൻ മിറേഴ്സ് ഒരേ വലിപ്പത്തിലായിരിക്കണം, ഒരേ സൈസിലായിരിക്കണം കേട്ടല്ലോ. യെസ്, യാ. ഇനി രണ്ടാമത്തത് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് സിമ്പിളാണ്, ഒന്നുമില്ല. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഈ പെരിസ്കോപ്പ് ഒന്നിക്കൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ, സ്ക്വയർ പെരിസ്കോപ്പ് ഉണ്ടാക്കാം കാർഡ്ബോർഡ് വെച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് PVC പൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം? സർക്കുലർ രൂപത്തിലെ പെരിസ്കോപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂടാ, ഇതിന്റെ അകത്ത് 2 മിറേഴ്സ് ഉണ്ട്, 2 പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്, 2 സമതല ദർപ്പണങ്ങൾ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ കാണാലോ, ഒരു സമതല ദർപ്പണം ഇവിടെ ആയിരിക്കും, മറ്റത് എന്തായിരിക്കും? മറ്റത് ഇവിടെ ആയിരിക്കും കേട്ടല്ലോ. അപ്പോ ഇതാ ഈ ഒരു മരത്തിന്റെ ഇമേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഇതാ ഇവിടുന്ന് ലൈറ്റ് റേസ് എന്ത് ചെയ്യൂടാ? ലൈറ്റ് റേസ് ഇതിൻ്റെ അകത്ത് വന്നു, ഇവിടുന്ന് എന്തായി? ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തു, റിഫ്ലക്ട് ചെയ്തിട്ട് അടുത്ത മിററിൽ തട്ടി, അടുത്ത സമതല ദർപ്പണത്തിൽ തട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്തു? യെസ്, റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മളെ കണ്ണിൽ പതിക്കുന്നു. ഇതാണ് പെരിസ്കോപ്പ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, സാറേ ഈ പെരിസ്കോപ്പിന്റെ യൂസ് എന്താണ്? കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാമല്ലോ, പിന്നെ എന്തിനാ പെരിസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. ആ ഒരു ഡൗട്ട് ഇതാ നമുക്ക് ഇപ്പൊ തീർക്കാം. കണ്ടോ, 2 ഫിഗർ കണ്ടോ? ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഈ പെരിസ്കോപ്പ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സബ്മറീൻസിലാണ്. സബ്മറീൻ കേട്ടിട്ടുണ്ടോ? ഈ നമ്മളെ സമുദ്രത്തിന്റെ അടിയിലെല്ലാം പോകുന്ന ഇതില്ലേ, പേടകൂല്ലേ, സബ്മറീൻസ് കേട്ടിട്ടില്ലേ? അപ്പോ ഈ സബ്മറീൻസിലാണ് ഈ പെരിസ്കോപ്പ് യൂസ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊന്തിട്ട് വരുന്ന ചില സിനിമയിലെല്ലാം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ശരിക്ക് ഇവിടെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ സബ്മറീൻ്റെ അകത്തുള്ള ആൾക്ക് എന്തറിയാൻ പറ്റും? ഈ കടലിന്റെ മുകൾ വശത്ത്, അതായത് സീന്റെ ഏറ്റവും
മുകൾ വശത്ത് ഇവിടെ വേറെ ഏതെങ്കിലും കപ്പലുണ്ടോ അല്ലെങ്കിൽ എനിമീസ് ഉണ്ടോ, വല്ല യുദ്ധം നടക്കാൻ സാധ്യത ഉണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. കേട്ടോടാ, മനസ്സിലായോ? ഇത് പണ്ടൊക്കെ ഈ യുദ്ധത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പെരിസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട് സബ്മറീൻസിൽ. കേട്ടല്ലോ, ഇപ്പോഴും യൂസ് ചെയ്യും സബ്മറീൻസിൽ, ഇപ്പോഴും പെരിസ്കോപ്പ് യൂസ് ചെയ്യും. സോ പെരിസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു വ്യൂ ദ സൈഡ്സ് അറൗണ്ട്. അതായത് ചുറ്റിലുമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? രണ്ട് കൺസെപ്റ്റും സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? എന്തിനാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരിക. അപ്പൊ അത് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. കേട്ടല്ലോടാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.